എതിരെ വന്നവരെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടായിരുന്നു മുണ്ടും മടക്കി കുത്തി മാങ്കൂട്ടം നടന്നു കയറിയത്. കാല് കുത്തിക്കില്ല, ഒളിച്ചും പാത്തും വന്നതുകൊണ്ടാണ് മാങ്കൂട്ടം പാലക്കാട് കാല് കുത്തിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒലത്തിയേനെ എന്നൊക്കെ വെല്ലുവിളിച്ചവരെ നോക്കി നിർത്തിക്കൊണ്ടായിരുന്നു മാങ്കൂട്ടം ഇന്നലെ MLA ഫണ്ട് ഉപയോഗിച്ച് പണിത റോഡിന്റെ ഉദ്ഘാടനത്തിന് വന്നത്. വരുന്നതിന് മുൻപ് ഫ്ലെക്സ് വെച്ച് അറിയിച്ചുകൊണ്ടാണ് മാങ്കൂട്ടം എത്തിയത്. അതുകൊണ്ട് തന്നെ തടയാൻ വരുന്നവർ വാടാ എന്ന വെല്ലുവിളി അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ റോഡ് ഉദ്ഘാടനത്തിനെത്തിയ രാഹുലിന്റെ വാഹനം DYFI പ്രവർത്തകർ തടയുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. അതിനെയൊക്കെ മറികടന്നായിരുന്നു മാങ്കൂട്ടത്തിലിന്റെ കടന്നുവരവ്. എന്റെ വഴി മുടക്കേണ്ട, വാഹനമില്ലേലും പാലക്കാട് ഞാൻ നടന്നു കയറുമെന്നായിരുന്നു മാങ്കൂട്ടത്തിലിന്റെ ആക്രോശം. ആര് തടുക്കാൻ, ആര് തടയാൻ, ഇതായിരുന്നു ഇന്നലത്തെ അവസ്ഥ. കെട്ടും കെട്ടി നിന്നവരെ പറപ്പിക്കുകയായിരുന്നു മാങ്കൂട്ടം. ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന മാങ്കൂട്ടം ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകി. പഴയ വീറും വാശിയും തിരിച്ചെടുത്തു. എല്ലാത്തിനുമുള്ള മറുപടി ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ടെന്നാണ് മാങ്കൂട്ടം പ്രതികരിച്ചത്. സത്യത്തിൽ മാങ്കൂട്ടത്തിലിനെ കരിവാരി തേക്കാൻ ധൃതി പിടിച്ച റിപ്പോർട്ടർ ചാനലിന് മുന്നിൽ നെഞ്ചും വിരിച്ച് മാങ്കൂട്ടം നിൽക്കുമ്പോൾ അവർ തല താഴ്ത്തി പോവുകയാണ്. മാങ്കൂട്ടം മാധ്യമങ്ങൾക്ക് വാ അടക്കാൻ മറുപടി കൂടിയാണ് നൽകിയത്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. പാലക്കാടുകാരോട് പറയേണ്ടതൊക്കെ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ഞാൻ ഓൾറെഡി മറുപടി പറഞ്ഞു. താങ്കൾ മറുപടി പറയാത്തത് പറയട്ടെ. അതായത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയും. ഒന്ന്. രണ്ട്, നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിയമപരമായി നേരിടും. ജനങ്ങളോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയേണ്ട കൃത്യമായ സമയത്ത് ജനങ്ങളോട് പറയും. മൂന്നാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും കൂടെ താല്പര്യം എടുത്തിട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി പ്രിയപ്പെട്ട തൃശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റായും ജില്ലാ KSU കമ്മിറ്റിയുടെ മുൻ ഉപാധ്യക്ഷനായും എൻ്റെ കമ്മിറ്റിയിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായിട്ടുമൊക്കെ പ്രവർത്തിച്ച ഉജ്ജ്വല സംഘാടകൻ ശ്രീ OJ ജനീഷ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ജനീഷിൻ്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിട്ടുള്ള പ്രവർത്തനം ഏറ്റവും മികച്ചതായിരിക്കുമെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് ഞാനന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. തൃശ്ശൂരിൽ സംസ്ഥാന സമ്മേളനം അത് സംഘടിപ്പിക്കുന്നത് ജനീഷിൻ്റെ കൂടി സംഘാടക മികവിനെ കണ്ടിട്ടാണ്. ഉജ്ജ്വലമായ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ ജനീഷ്. അതുപോലെ തന്നെ ലോ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ക്രൂരമായ SFIയുടെ മർദ്ദനങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള, ഒരു തവണ ലൈഫ് ത്രെറ്റ് പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുന്ന കാലയളവിൽ എന്നോടൊപ്പം സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറ്റവും ഉജ്ജ്വലമായി അതിൻ്റെ എല്ലാവിധമായ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്നിട്ടുള്ള സഹപ്രവർത്തനാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ഭാരവാഹിത്വത്തെ സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബിനു ചുള്ളിയിൽ, ദേശീയ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അബിൻ വർക്കി, ശ്രീ KM അഭിജിത്ത് അടക്കമുള്ളൊരു നല്ല ടീം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനവിരുദ്ധമായ ഈ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുന്നണിയെ നിലംപരിശാക്കുവാൻ കഴിയുന്നവർ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഉജ്ജ്വലമായ ടീം വന്നു. ആ ടീം ആരോപണം വന്നതിന് ശേഷം താങ്കൾ മാധ്യമങ്ങളെ കണ്ട ഓരോ തവണയും ഉണ്ടായ ചോദ്യമാണ്, ഇതിൽ വ്യക്തത വരുത്തുന്നില്ല. ഓഡിയോ സംഭാഷണം അതായത് എനിക്ക് പറയാനുള്ള മറുപടി കൃത്യമായ സമയത്ത് കൃത്യമായ സാഹചര്യത്തിൽ പറയും.